Before we begin, please note that this video contains AI-generated visualizations, is strictly for educational purposes, and is not financial advice. നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഏപ്രിൽ 29 നമ്മൾ പറഞ്ഞ പോലെ രാവിലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് വന്നു. അത് നല്ലൊരു ട്രെൻഡിങ് മാർക്കറ്റായിരുന്നു. അത് ഏകദേശം 24,300 വരെ ആ റേഞ്ച് വരെ പോയി. അത് തന്നെയാണ് നമ്മൾ ഹോൾ ഡേയിൽ മാർക്ക് ചെയ്തിരുന്നത്. ആ റേഞ്ചിൽ എത്തിയിട്ട് അവിടുന്ന് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആഫ്റ്റർനൂൺ ശേഷം കുറച്ച് നെഗറ്റീവ് ന്യൂസുകളൊക്കെയാണ് അത് റിജക്റ്റ് ആവാൻ കാരണം. ഡൗണ് നോക്കില്ല. നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്യുവാണെങ്കിൽ ഇന്നത്തെ ഹൈ ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വന്നിട്ട് ഈ ലെവലിൽ നിന്നോ ഒന്ന് റീടെസ്റ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 200 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് നാളെയും പ്രതീക്ഷിക്കാം. പക്ഷെ നാളെ ക്ലോസ് ചെയ്യുന്നത് മിക്കപ്പോഴും ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കാം. കാരണം പിന്നെ 3 ദിവസത്തേക്ക് മാർക്കറ്റ് അടവാണ്. അതുകൊണ്ട് പൊസിഷൻസൊക്കെ ആൾക്കാർ ഒന്ന് എക്സിറ്റ് അടിച്ച് നിൽക്കും. കറണ്ട് സിറ്റുവേഷനിൽ ആരും ഹോൾഡ് ചെയ്യാറില്ല. അതാണ് ഒരു കാരണം. നാളെ താഴേക്ക് പോവുകയാണെങ്കിൽ നല്ല ഒരു ഷാർപ്പ് ഡൗൺ ട്രെൻഡ് തന്നെ ആയിരിക്കും. നോപ്പക്കിൻ്റെ എക്സിറ്റ് ആയതിൻ്റെ ന്യൂസുകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ നാളെ അറിയാൻ പറ്റും. നാളെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കയറിയൊരു 300 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നാളെ പോസിബിൾ ആണ്. അപ്പം നാളത്തെ മാർക്കറ്റ് ഒന്നുകിൽ ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ഈ ഒരു ലെവലിൽ തന്നെ ഈ ഒരു ഇവിടം വരെ 23,900 വരെ വീണ്ടും വന്ന് ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ്. നാളത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി അധികം മൂവ്മെൻറ്റ് കൊടുത്തില്ല. നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ ആ ഒരു ലെവലിൽ തന്നെ കൃത്യമായിട്ട് റിജക്റ്റ് ആവുമായിരുന്നു. ആ ലെവലുകളൊക്കെ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ട് ഇടുന്നവർ ഇവിടെയാണ് സപ്പോർട്ട് എടുത്തത്. ഇവിടെ സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് റിജക്ഷൻ ആ ഒരു ഏരിയയിൽ തന്നെ റിജക്റ്റ് ചെയ്ത് വീണ്ടും കയറിയില്ല. പകരം താഴേക്ക് തന്നെ പോരുകയാണ് ചെയ്തത്. അപ്പം നാളെ ആയാലും നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ പോകാനുള്ളൊരു പ്രോബിലിറ്റി ഉണ്ട്. താഴേക്ക് പോകാനാണെങ്കിൽ ഒരു ഷാർപ്പ് മൂവ്മെൻ്റ് ആയിരിക്കും. നാളെയും ഒരു 700 to 800 പോയിന്റ് നമുക്ക് പ്രതീക്ഷിക്കാം മൂവ്മെൻറ്റ്. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നമ്മൾ ഡേ ടൈം ഫ്രെയിമിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മിഡ് ക്യാപ്പിൽ നമ്മൾ പറഞ്ഞ ആ ഒരു സോണ് ഇന്ന് അതേ തന്നെ റിജക്റ്റായി. അത് പല സമയത്ത് റിജക്റ്റായ ഒരു സോണാണ്. ഇന്ന് കൂടാതെ അവസാനം ഉണ്ടായിരിക്കുന്ന ഇന്നത്തെ ക്യാൻഡിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. അപ്പോൾ അതൊരു ക്ലിയർ റിജക്ഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇത്രയും ദിവസത്തിനിടയ്ക്ക് 28 ദിവസം 18 ബാർസ് 18 ദിവസത്തിനകം ഏകദേശം ഒരു 2084 പോയിട്ടിട്ട് മൂവ്മെൻറ്റ്, അതായത് 17% മൂവ്മെൻറ്റ് ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്ക് മിഡ് ക്യാപ്പ് തന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും പ്രതീക്ഷിക്കാം. ഈ ഒരു പാറ്റേണോട് നോക്കുകയാണെങ്കിൽ ഇതൊരു എക്സാക്റ്റ് ഡബിൾ ടോപ്പ് അല്ല, എന്നാൽ തന്നെ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു റിജക്ഷൻ വന്ന് ഇവിടെ വരെ തിരിച്ചിറങ്ങാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഈ ഒരു പാറ്റേൺ ഇവിടെ തന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. വരും സമയങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അന്താരാഷ്ട്ര പ്രശ്നങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം ഇതിനകത്ത് മൂവ്മെൻറ്റ് വരുന്നത്. അത്യാവശ്യം ഇവിടെ എൻട്രി ആയവരെല്ലാം ഈ സമയത്ത് താഴെ വന്നപ്പോൾ ഇവിടുന്ന് എൻട്രി ആയവരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ഏരിയയും കൂടെ ആണ്. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് താഴെ വരെ വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാർട്ടാണ് നിഫ്റ്റി നെക്സ്റ്റ് 50. നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറഞ്ഞാൽ അടുത്ത ഫസ്റ്റ് നിഫ്റ്റി 50യുടെ കഴിഞ്ഞുള്ള അടുത്ത 50
സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇത് ലാർജ് ക്യാപ്പ് തന്നെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ കുറേ നാളത്തെ ഇവിടെ മുൻപേ പല സമയത്തും ചാർട്ട് പാറ്റേൺസും പ്രൈസ് ആക്ഷൻസും എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റിലാണെങ്കിൽ പോലും ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ നേരത്തെ ഫോം ചെയ്തിട്ടുണ്ട്. ഡേയിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ കൃത്യമായിട്ട് പാലിച്ചാണ് വന്നിരുന്നത്. ഹയർ ഹൈയും ഹയർ ലോസും ലോവർ ഹൈസും എല്ലാം ക്രിയേറ്റ് ചെയ്ത് വന്ന് അതിനുശേഷം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാക്കിയിട്ടാണ് ഡേ ടൈം ഫ്രെയിമിൽ അത് റിവേഴ്സൽ കൊടുത്തത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ തന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. പക്ഷേ അത് 100% ഹെഡ് ആൻഡ് ഷോൾഡർ അല്ല, ഇത് കുറച്ച് താഴെ പോയി. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ തന്നിട്ടാണ് റിവേഴ്സൽ എടുത്തേക്കുന്നത്. പ്രൈസ് ആക്ഷനും ക്യാൻഡിൽ പാറ്റേൺസും ഒക്കെ കുറേയൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. ആ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ ഇത് തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള സെയിം മിഡ് ക്യാപ്പിൻ്റെ ഒരു റിപ്ലിക്ക തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഏപ്രിൽ മാസം 17% കയറി. ഇവിടുന്ന് ഒരു 17% നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇവിടം വരെയൊക്കെ പോകും. അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഏകദേശം ഒരു 3-4 മാസം എടുക്കും. മാർക്കറ്റ് എല്ലാം സ്റ്റഡി ആയിട്ട് പോവുകയാണ്, നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഇതുപോലെ ഒരു റാലി നമുക്ക് കിട്ടുവാണെങ്കിൽ വീണ്ടും അതൊരു റിക്കവറിക്ക് പ്രോബിലിറ്റി ഉണ്ട്. ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ഒരു കർവ് പാറ്റേൺ വന്നിട്ട് ഇവിടെ റിജക്റ്റ് ആയിട്ടുണ്ട്. റിജക്റ്റ് ആയതിനു ശേഷം ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് ഒരു ഹാൻഡിൽ ഫോം ചെയ്ത് പോകാനാണ് പ്രോബിലിറ്റി. അപ്പം ഇതാണ് നിഫ്റ്റി ജൂനിയർ. ഇനി നമുക്ക് വേണമെങ്കിൽ സെൻസെക്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ സെൻസെക്സിൻ്റെ ലെവലുകളൊന്നുകൂടെ ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ സെൻസെക്സ് സെൻസെക്സിൽ നമ്മളൊരു 15 മിനിറ്റ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസെക്സിലും ഒരു 800 പോയിൻ്റ് മൂവ്മെൻറ്റ് കിട്ടാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട്. പോവുകയാണെങ്കിൽ നാളെ ഇങ്ങനെ പോവാം. പക്ഷേ നാളെ ക്ലോസിങ്ങിൽ കുറച്ച് ഡൗൺ ആവാനാണ് സാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞ 3 ദിവസം അവധിയുള്ള കാരണം. ഇന്ത്യ വിക്സ് യു എസ് വിക്സ് ഷൂട്ടപ്പ് ചെയ്തു തിരിച്ച് വീണ്ടും ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ ഒന്ന് കൂൾ ഓഫ് ചെയ്തിട്ട് ഇന്നത്തെ ഇതിൽ തിരിച്ച് കയറിയിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് പോകുന്നതാണ് അതിൻ്റെ ഒരു പാനിക്കിന് കാരണമെന്ന് തോന്നുന്നു. ഇന്ത്യ വിക്സ് ഓക്കെയാണ്. ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യു എസ് വിക്സ് ഇച്ചിരി കൂടി നിൽക്കുകയാണ്. നാളെ നമ്മുടെ മാർക്കറ്റ് അപ്പോൾ ഇതിന് റിയാക്ഷൻ കൊടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് ഡൗ ജോൺസ് ഇന്ന് ഡൗൺ ആയിരുന്നു. ഓപ്പൺ ചെയ്തത് ഡൗണ്, റിക്കവറിക്ക് ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. നസ്ദാക്ക് ഓപ്പൺ ചെയ്ത് ഡൗണ്, റിക്കവറിക്ക് ശ്രമിച്ചെങ്കിലും ഇന്നലത്തെ ഹൈ ക്ലോസ് ചെയ്തിട്ടില്ല. ഡൗ ജോൺസ് ഒരു ഗ്യാപ് ഡൗൺ, എന്നിട്ട് റിക്കവറി നടന്നിട്ടില്ല. ഇതാണ് ഗ്ലോബൽ മാർക്കറ്റിലെ ഒരു സെൻറ്റിമെൻറ്റ്സ്. അതുകൊണ്ടാണ് യു എസ് വിക്സ് പീക്കായത്. നമുക്ക് റിസൾട്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ബജാജ് ഫൈനാൻസ് റിസൾട്ട് വന്നു. വലിയ മോശമില്ലാത്ത റിസൾട്ടാണ്. അദാനി പവറിൻ്റെ നല്ല റിസൾട്ടായിരുന്നു. വേദാന്തയുടെ നല്ല റിസൾട്ടാണ്. ഇന്ത്യൻ ബാങ്കിൻ്റെ നല്ല റിസൾട്ടാണ്. ഫെഡറൽ ബാങ്കിൻ്റെ നല്ല റിസൾട്ടാണ്. ഭാര്യയുടെ റിസൾട്ട് ഞാൻ നോക്കിയില്ല. അപ്പം അത്യാവശ്യം ഈ ഒരു സെക്ടറെല്ലാം നല്ല റിസൾട്ടുകളാണ് തന്നിരിക്കുന്നത്. ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ നല്ല റിസൾട്ടാണ്. നവീൻ ഫ്ലോർ നല്ല റിസൾട്ടായിരുന്നു. അപ്പം നാളെ കുറച്ചധികം കമ്പനികൾ റിസൾട്ട് കൊടുക്കാനുണ്ട്. 69 കമ്പനികളുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് മേജർ കമ്പനികളുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അദാനി പോർട്സ്, അദാനി എൻ്റർപ്രൈസ്, ബജാജ് ഫിൻസർവ്,
ചോളമണ്ഡലം, മസഡോൺ ഡോക്ക്, ഇൻഡസ് ടവർ, IDBI, നാഷണൽ അലൂമിനിയം, ലോറസ് ലാബ്, സോണ പ്രിസിഷൻ, ആസ്റ്റർ DM, സെൻട്രൽ ബാങ്ക്, ACC. അദാനിയുടെ തന്നെ 3 കമ്പനികൾ ഉണ്ട്. അദാനി പോർട്ട്, അദാനി എന്റർപ്രൈസ്, ACC. ഇന്ന് അദാനി പവർ ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ഈ കമ്പനികൾ എല്ലാം നിഫ്റ്റി 50-ൽ വരുന്നതായതുകൊണ്ട് നാളെ മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും മിക്ക റിസൾട്ടുകളും വരുന്നത്. അതുകൊണ്ട് വലിയൊരു മൂവ്മെന്റ് ഉണ്ടാവില്ല, സ്റ്റഡി ആയിരിക്കും. അഥവാ ഇനി മാർക്കറ്റ് ടൈമിൽ വരുന്ന റിസൾട്ടുകളാണെങ്കിൽ ഇതിനകത്തുള്ള സ്പൈക്കുകൾ ചെറിയ രീതിയിൽ നിഫ്റ്റിയെയും ബാധിക്കാം. ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രെൻഡ് വെച്ച് റിസൾട്ട് നല്ലതാണെങ്കിൽ സ്റ്റോക്ക് താഴേക്കും, റിസൾട്ട് മോശമാണെങ്കിൽ സ്റ്റോക്ക് മുകളിലേക്കും എന്നുള്ളൊരു അവസ്ഥയാണ്. യൂഷ്വലി അത് നേരത്തെ റൈഡ് ചെയ്ത് വന്നതാണെങ്കിൽ റിസൾട്ട് മോശമാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങും, അല്ല നേരത്തെ റൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ റിസൾട്ട് നല്ലതാണെങ്കിൽ അവിടെ നിന്നൊരു മൂവ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. അതിൻ്റെ പ്രീവിയസ് ലാസ്റ്റ് 1 മന്തിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം വലിയ കമ്പനികളുടെയൊക്കെയാണ് റിസൾട്ട് നാളെ വരുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് കുറച്ച് വോളറ്റൈൽ ആവാനും സാധ്യതയുണ്ട്. പക്ഷെ നാളെ 3 ദിവസം അവധി അടുപ്പിച്ച് വരുന്നത് കൊണ്ട് നാളെ ഒരു വലിയൊരു ട്രെൻഡിങ് മാർക്കറ്റ് പ്രതീക്ഷിക്കണ്ട. പിന്നെ 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി കുറച്ച് റിസൾട്ടുകളുണ്ട്. അപ്പോൾ FIDIയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇന്ന് FIDI സെല്ല് ചെയ്തിരിക്കുന്നത് ക്യാഷ് മാർക്കറ്റിൽ 2468 ആണ്. DI ബൈ ചെയ്തിരിക്കുന്നത് 262. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ FIയുടെ സെല്ലിങ്ങിനെ മാച്ച് ചെയ്യാൻ DI കൊണ്ട് ഈ മാസം അധികം കഴിഞ്ഞിട്ടില്ല. 28-ലായാലും FI സെല്ല് ചെയ്തതിൻ്റെ കുറവ് മാത്രമേ ബൈ ചെയ്തിട്ടുള്ളൂ. ഇവിടെ കുറച്ച് ബൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ 50%-അടുത്ത് ബൈ ചെയ്തിട്ടുള്ളൂ. ഇവിടെയും വളരെ കുറച്ച് ബൈ ചെയ്തിട്ടുള്ളൂ. ഇവിടെ 2 പേരും സെല്ല് ചെയ്തു. ഇവിടെ 21 ഏപ്രിലിൽ അപ്രോക്സിമേറ്റ് ഈക്വൽ കുറച്ചുകൂടെ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ഇവിടെയും കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ FI ബൈ ചെയ്ത സമയത്ത് DI സെല്ല് ചെയ്തു. DI സെല്ലിങ്. ഇവിടെ DI ബൈ ഉണ്ട്. ഇവിടെ DI ബൈ. ഓവറോൾ നോക്കുമ്പോൾ FI DI മാച്ച് ചെയ്തിട്ടല്ല കാര്യങ്ങൾ പോകുന്നത് ഈ മാസം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു DIയുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം സിപ്പൊക്കെ മുടങ്ങിക്കാണും മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള. അതുകൊണ്ടൊക്കെ ആയിരിക്കാം DIയുടെയൊക്കെ ഒരു ബൈ സ്ട്രെങ്ത് കുറഞ്ഞു നിൽക്കുന്നത്. അപ്പം നാളെ നമുക്ക് മാർക്കറ്റിൽ നോക്കാം എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുമെന്ന്. ക്യാരി ഫോർവേഡ് പൊസിഷനൊക്കെ ഓപ്ഷൻസും ഒക്കെ ഉള്ളത് ഒഴിവാക്കുന്നതിനായിരിക്കും നല്ലത്. ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. അത് UAEയുടെ OPEC എക്സിറ്റ് ഒക്കെ ആയിരിക്കാം ന്യൂസ്. അതാണ് മെയിനായിട്ടുള്ളൊരു ന്യൂസ് നിൽക്കുന്നത്. പിന്നെ യുദ്ധത്തിൻ്റെ മറ്റു ന്യൂസുകളൊന്നും കാര്യമായി കേട്ടില്ല. ഇപ്പോൾ $110 $110 ക്രൂഡ് ഓയിൽ എത്തിക്കഴിഞ്ഞാൽ യൂഷ്വലി ട്രംപ് സമാധാന കരാറുമായിട്ട് വന്നിട്ട് ഇതിനെ അടിച്ച് 90 കൊണ്ടുവരാൻ ശ്രമിക്കും. അത് മിക്കപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എപ്പം ക്രൂഡ് ഓയിൽ മുകളിലേക്ക് പോകുന്നു അപ്പോഴൊക്കെ ഇതിനെ 90 താഴെ കൊണ്ടുവരാൻ വേണ്ടി ഓരോ സ്ട്രാറ്റജി പ്രയോഗിക്കുന്നതാണ്. അപ്പോൾ നാളെ വീണ്ടും എന്തെങ്കിലും സമാധാന കരാറുകളൊക്കെ കൊണ്ടുവരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. മെറ്റൽ ഡൗൺ ആണ്.
സിൽവർ, ഗോൾഡ് ഡൗൺ, സിൽവർ റിക്കവറി ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ നടന്നിട്ടില്ല. മറ്റ് മെറ്റലുകളെല്ലാം ഒരു സൈഡ് വേസും ഡൗൺ മൂവ്മെൻറ്റും ആണ്. അപ്പം നാളെ നമുക്ക് മാർക്കറ്റിൽ കണ്ടറിയാം. ഓക്കെ, താങ്ക് യു.